ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ ആണ്. ഗോ ദി എക്സ്ട്രാ മൈൽ. എന്താണ് ഗോ ദി എക്സ്ട്രാ മൈൽ എന്ന് പറയുന്നത്? വളരെ ഈസിയാണ്. ഇതിൻ്റെ മീനിങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് നമുക്ക് സംസാരിക്കുമ്പോഴൊക്കെ ഉപയോഗിക്കാം. ഗോ ദി എക്സ്ട്രാ മൈൽ. ഇപ്പോൾ നമുക്ക് ഏത് കാര്യം നടക്കണമെങ്കിലും അല്ലെങ്കിൽ ഏത് കാര്യത്തിന് പിന്നിലും ഒരു എഫേർട്ട് വേണം. ഒരു കാര്യം നേടിയെടുക്കുന്നതിന് നമ്മൾക്ക് വല്ലാതെ വർക്ക് ചെയ്യേണ്ടി വരും. പക്ഷേ ആ ഒരു എഫേർട്ടിനേക്കാളും കൂടുതലായിട്ട് ഒരു സ്പെഷ്യൽ എഫേർട്ട് നമുക്ക് എടുക്കേണ്ടി വരുന്നു. അതാണ് ഗോ ദി എക്സ്ട്രാ മൈൽ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യണ്ടേ? അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അതിന് വല്ലാത്ത ഒരു എഫേർട്ട് തന്നെ വേണം. പക്ഷേ നമ്മുടെ ഫ്രണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മൾ പ്രതീക്ഷിച്ചു. ആ ഫ്രണ്ട് ഹെൽപ്പ് ചെയ്ത രീതി നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറമാണ്. ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട്, നോർമലായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതലായിട്ടുള്ള ഒരു എഫേർട്ട് അദ്ദേഹം എടുത്തു. അതുകൊണ്ട് തന്നെ നമ്മുടെ വർക്കൊക്കെ വളരെ ഈസി ആയിട്ട് തീർന്നു. അപ്പോൾ അങ്ങനെ ഒരു മേക്ക് എ സ്പെഷ്യൽ എഫേർട്ട് എന്നാണ് അതിനർത്ഥം. ഗോ ദി എക്സ്ട്രാ മൈൽ. നോക്കൂ, എക്സാമ്പിൾസ് നോക്കൂ. മൈ ഫ്രണ്ട് വെൻറ്റ് ദ എക്സ്ട്രാ മൈൽ ടു ഹെൽപ്പ് മീ മൂവ് ഇൻ ടു മൈ ന്യൂ അപ്പാർട്ട്മെൻറ്റ്. എൻ്റെ ഫ്രണ്ട് എനിക്ക് പുതിയ അപ്പാർട്ട്മെൻറ്റിലേക്ക് മാറുന്നതിനാവശ്യമായിട്ടുള്ള വലിയ ഒരു എഫേർട്ട് എടുത്തു എന്നാണ് ഇവിടെ പറയുന്നത്. മൈ ഫ്രണ്ട് വെൻറ്റ് ദി എക്സ്ട്രാ മൈൽ ടു ഹെൽപ്പ് മീ മൂവ് ഇൻ ടു മൈ ന്യൂ അപ്പാർട്ട്മെൻറ്റ്. ദ ടീച്ചർ വെൻറ്റ് ദി എക്സ്ട്രാ മൈൽ ടു റിട്ടേൺ മൈ ലോസ്റ്റ് ബാഗ്. എനിക്ക് എൻ്റെ നഷ്ടപ്പെട്ട ബാഗ് തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി ടീച്ചർ നല്ല ഒരു എഫേർട്ട് തന്നെ, വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു എഫേർട്ട് തന്നെ എടുത്തു എന്ന്. ദ ടീച്ചർ വെൻറ്റ് ദി എക്സ്ട്രാ മൈൽ ടു ഹെൽപ്പ് ദ സ്റ്റുഡൻറ്റ് അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ്. കുട്ടിയെ ആശയം നന്നായി മനസ്സിലാക്കുന്നതിന് വേണ്ടി ടീച്ചർ വളരെ നല്ല ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു എഫേർട്ട് എടുത്തു. ഈ എക്സാമ്പിൾസിൽ കൂടി ഗോ ദി എക്സ്ട്രാ മൈൽ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ മീനിങ് എന്ന് മനസ്സിലായല്ലോ. നമുക്ക് അത് ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റുകളിൽ ഉപയോഗിക്കാം.